വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളത്ത് ഇൻഫോ പാർക്കിനടുത്ത് പഴങ്ങനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് വീടിന്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. 5 സെന്റ് 150 ലിങ്സ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും കൂടാതെ 3 കാർ പാർക്കിംഗ് സഹിതമാണ് ഈ ഒരു വീട് വരുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് വെറും 500 മീറ്ററും, സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 1.3 കിലോമീറ്ററും, ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററും, കാക്കനാടേക്ക് 9.7 കിലോമീറ്ററും, എടപ്പള്ളിയിലേക്ക് 11 കിലോമീറ്ററും, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9.4 കിലോമീറ്ററും, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററും, ഇൻഫ്രാ ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 6.5 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ പെയിന്റ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ലൂവർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും പെർമനന്റ് ഗ്ലാസ് വിൻഡോസും എല്ലാമാണ് വന്നിരിക്കുന്നത്. 4.5 മീറ്ററിലധികമാണ് ഇവിടെ ഇന്റേണൽ റോഡ് വരുന്നത്. പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. വീടിന്റെ കോമ്പൗണ്ട് വാളിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം ടെക്സ്ചർ വർക്കും സ്കോട്ടോപ്പ് ഡിസൈനും 4-വേ ലൈറ്റും എല്ലാം കൊടുത്താണ് വന്നിരിക്കുന്നത്. വീടിന് ഒരു വിക്കറ്റ് ഗേറ്റ് കൂടി ലഭ്യമാണ്. മെയിൻ ഗേറ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 4.8 മീറ്ററാണ് ഓപ്പണിംഗ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കോബിൾ സ്റ്റോൺ വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 3 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. കവേർഡ് കാർ പാർക്കിങ്ങിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 17 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ട് സൈഡായ വെസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 10 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയും കോബിൾ സ്റ്റോൺ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. മറ്റ് 2 കാർ പാർക്കിംഗ് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ലഭിക്കുന്നത്. കോമ്പൗണ്ട് വാളിന്റെ ഇന്റീരിയർ സൈഡും ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഈ ഒരു സ്പേസ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ടാണ് വരുന്നത്. മുകളിൽ ഷീറ്റ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ടാപ്പ് നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. വീടിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും 5 അടിയിലേറെയാണ് വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇന്റർലോക്ക് കട്ടകളാണ് വരുന്നത്. കിച്ചണിന്റെ ഈസ്റ്റ് സൈഡിലായിട്ട് 2 സിലിണ്ടറുകൾ വെക്കാനായിട്ടുള്ള ഒരു ഗേജ് നൽകിയിട്ടുണ്ട്. വീടിന്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയോളമാണ് ഈ ഒരു ഭാഗത്ത് വിട്ട് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് ഒരു ടാപ്പ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മുകളിൽ സീലിംഗിൽ LED സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലുപ്പമുള്ളൊരു ഹാൻഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറുന്നത് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ലിവിങ്ങിലേക്കാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 13.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് താഴെയായിട്ട് വലുപ്പമുള്ളൊരു വിൻഡോയും മുകളിലായിട്ട് പെർമനന്റ് ഗ്ലാസ് വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് താഴെ നൽകിയിരിക്കുന്നത്. മുകളിലായിട്ട് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള സ്പേസ് വരുന്നത്. ഇരുഭാഗത്തും ഡക്ക സ്പേസ് ഒക്കെ നൽകി സ്പോട്ട് ലൈറ്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജും ഓപ്പൺ ബോക്സും എല്ലാം നൽകിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ലിവിംഗ് സ്പേസ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്നു വരുന്ന ഭാഗത്തെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ലൂവർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും സിലിണ്ടറിക്കൽ ലൈറ്റും വുഡൻ ബീഡിങ്ങും പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഭംഗിയുള്ളൊരു പാനലിംഗ് വർക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ ഉൾപ്പെടുത്തി ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. പിന്നീട് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. 14 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ് വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ്, മുകളിൽ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. ഇരു ഭാഗത്തായിട്ട് ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. താഴെയായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്ലാസിനുള്ള സ്പേസും വരുന്നുണ്ട്. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വുഡൻ ബീഡിങ്ങും പ്രൊഫൈൽ ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റും ഡക്ക സ്പേസും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസും വീഗാറിൻ്റെ വയേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലുകളാണ് വന്നിരിക്കുന്നത്.
ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. CNC കട്ടിംഗ് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും വരുന്നുണ്ട്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസും ഓപ്പൺ ബോക്സും ഈ ഒരു കിച്ചണിന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വലിപ്പമുള്ളൊരു സിങ്കും ഒരു ടാപ്പും വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ കിച്ചണിന് നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ കിച്ചണിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഇതുകൂടാതെ നമുക്ക് ഇവിടെയായിട്ട് ഒരു വർക്ക് ഏരിയ കൂടി ലഭിക്കുന്നുണ്ട്. വർക്ക് ഏരിയ അല്ലെങ്കിൽ സെക്കൻഡറി കിച്ചൺ എന്ന് പറയാം. ഇതിന്റെ എൻട്രൻസ് ഭാഗത്തും ഒരു പാനലിംഗ് വർക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു കൗണ്ടർ സ്പേസും വലുപ്പമുള്ള ഒരു സിങ്കും ടാപ്പും വരുന്നുണ്ട്. 3 ലെയറായിട്ട് ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഓപ്പൺ ബോക്സ് നൽകിയിട്ടുണ്ട്. പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു എക്സ്ട്രാ പവർ പോയിന്റ് കൂടി ലഭിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും LED സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 2 വലുപ്പമുള്ള വിൻഡോകളാണ് നൽകിയിരിക്കുന്നത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറിയാണ് നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നത്. സൈഡിലായിട്ട് ഡെക്കർ സ്പേസ് സ്പോട്ട് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. മുകളിൽ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ മറ്റൊരു കോർണറിലായിട്ട് 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സെറയുടെയും ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ വെസ്റ്റിലേക്ക് UPVCയുടെ പെർമനന്റ് ഗ്ലാസ് വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെയാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഓഫീസ് ടേബിൾ അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ ലഭിക്കുന്നുണ്ട്. സ്റ്റോറേജ് വരുന്നുണ്ട്. ഡെക്കർ സ്പേസ് വരുന്നുണ്ട്. അതിലെല്ലാം സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ 2 പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോ വരുന്നുണ്ട്. വിൻഡോ ഫ്രെയിം പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. മുകളിൽ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും LED സ്പോട്ട് ലൈറ്റും നൽകിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സ്പേസിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇതാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഇത് താഴത്തെ ലിവിംഗ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയും സീലിംഗിൽ LED സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിം എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും വരുന്നുണ്ട്. മുകളിൽ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്പേഷ്യസ് ആയ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സെറയുടെയും ജാഗ്വാറിൻ്റെയും ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും നൽകിയിട്ടുള്ള ഈ ഒരു വാഷ്റൂമും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 15 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ള വിൻഡോകളാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിം പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. നോർത്തിലേക്ക് നമുക്കൊരു ചെറിയ ബാൽക്കണി ലഭിക്കുന്നുണ്ട്. അവിടേക്ക് UPVCയുടെ ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഡെക്കർ സ്പേസ് സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റും LED സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ മറ്റൊരു കോർണറിലായിട്ട് 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും വരുന്നുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറിയുടെയും ജാഗോറിന്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഹീറ്റർ എന്നുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിലും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സ്പോട്ട് ലൈറ്റ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റി വരുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഫുള്ളി ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് വന്നിരിക്കുന്നത്. ഒരു കോർണറിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ഈ ഒരു ഷെയ്ഡിന്റെ ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഈ വീടിന്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. ഹാൻഡ് റെയിൽ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സീലിംഗിൽ ലൂവർഡ് ഡിസൈനുള്ള പാനലിങ്ങും സിലിണ്ടറിക്കൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഓപ്പൺ ബാൽക്കണി കൂടി ലഭിക്കുന്നുണ്ട്. 5 സെന്റ് 150 ലിങ്സ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും 3 കാർ പാർക്കിംഗ് സഹിതമുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്നത് 1,10,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വില്ലകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.